ഇടുക്കിയിൽ മൂന്നാർ സ്പെഷ്യൽ തഹസിൽദാരെ ഭീഷണിപ്പെടുത്തി ദേവികുളം MLA രാജ. കൈയും കാലും തല്ലിയൊടിക്കുമെന്നാണ് ഭീഷണി. CV ഗായത്രിയെ ഫോണിൽ വിളിച്ചാണ് ഭീഷണിപ്പെടുത്തിയത്. കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടിയാണ് MLA പ്രകോപിപ്പിച്ചത്. ഇടുക്കിയിലെ മൂന്നാർ സ്പെഷ്യൽ തഹസിൽദാരെയാണ് ദേവികുളം MLA രാജ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. കൈയും കാലും തല്ലി ഒടിക്കുമെന്നാണ് ഭീഷണിയുള്ളത്. CV ഗായത്രിയെ ഫോണിൽ വിളിച്ചാണ് ഭീഷണിപ്പെടുത്തിയിരുന്നത്. കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടിയാണ് MLA പ്രകോപിപ്പിച്ചത്. നിങ്ങൾ വഴിക്ക് ഒരു മാസത്തോളം ഈ പ്രദേശത്ത് വരുന്നിട്ടുള്ള കെട്ടിടങ്ങളോ അതൊന്നും നിങ്ങൾ നോക്കിയിട്ടില്ലല്ലോ? ഇല്ല ഒരു എനിക്കിവിടെ സെലക്ട് ചെയ്യാൻ എനിക്ക് ആരുമായിട്ട് യാതൊരു അടുപ്പവും ഇല്ല. എനിക്ക് അറിയാന്നുള്ള പരിചയമുള്ള ആരും തന്നെ ഇല്ല. എനിക്ക് യാതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഞാൻ പ്രത്യേകിച്ച് യാതൊരു മമതയോ അല്ലെങ്കിൽ വിരോധമോ ഒന്നും വെച്ച് പുലർത്തുന്ന ആളുമല്ല. ഞാൻ എൻ്റെ ഒഫീഷ്യൽ ലൈഫിൽ ഞാൻ എൻ്റെ ഒരു രാഷ്ട്രീയവും ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല. ആര് പറഞ്ഞാലും അത് ജെനുവിനാണോ എന്ന് നോക്കിയിട്ട് മാത്രമേ അവരോട് പറഞ്ഞേക്കണം. മര്യാദയ്ക്ക് തന്നെ കൈയും കാലം തന്നെ പിടിക്കും. ഉള്ള കാര്യം പറഞ്ഞേക്കാം. സ്റ്റാഫുകളോട്, നടരാജൻ അടക്കമുള്ള ആളുകളോട് കേട്ടോ, ഇതുവരെ നമ്മൾ പറഞ്ഞ മാന്യമായിട്ടുള്ള ഭാഷയിലാണ് പറഞ്ഞത്. ആ മാന്യമായിട്ടുള്ള ഭാഷ കേൾക്കാൻ അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ അവർക്ക് കഴിഞ്ഞില്ലെങ്കിൽ എന്റെ അറിവില് അവരാരും തന്നെ ഞാൻ വരാതെ ഒരു സ്ഥലത്തും വന്ന് അവര് കേസുകൾ വന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അല്ലാതെ ഞാനല്ല പറയുന്നത്, ഉത്തരവാദിത്തപ്പെട്ട ആളാ പറയുന്നത്. കാശ് കൊടുത്തെന്ന് സമ്മതിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുവോ? പിരിച്ചുവിടാൻ എനിക്ക് അധികാരമല്ല. എനിക്ക് ഞാൻ മുകളിലോട്ട് റിപ്പോർട്ട് ചെയ്യാനേ പറ്റത്തുള്ളൂ. ഇല്ല, ഞാൻ കൂടെ കൂട്ടാറില്ലല്ലോ. മൂന്ന് പേരും തന്നെ അവിടെ കൂടെ ഉള്ള 3 പേരും. 3 പേര് ആരെന്ന് വാങ്ങി കറക്റ്റ് വ്യക്തമായിട്ട് പറയൂ സാറ്. ഞാൻ അതേപോലെ ഞാൻ റിപ്പോർട്ട് ചെയ്യാം, കളക്ടർക്ക് റിപ്പോർട്ട് ചെയ്യാം. അവർ കാണിക്കുന്ന തോന്നിയാസം മൊത്തം നമ്മളിത് കണ്ടുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും കയ്യേറ്റം നടന്നിട്ടുണ്ടെങ്കിൽ കയ്യേറ്റം അവിടെ പോവുക, ആളുകളെ അതിന്റെ ബുൾഡോസർ എടുക്കുക, അവിടെ എന്ത് പോയി പൊളിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാന്ന് പറഞ്ഞ ഉമ്മാരാരാ? ഇല്ല, അവരാരും പ്രത്യേകിച്ച് ഇപ്പൊ പോകുന്നില്ല എന്നാണ് എനിക്ക് അറിയാം. ഞാനിവിടെ ഉണ്ട്, ഇന്നിപ്പോ നിങ്ങളുണ്ട്. നിങ്ങൾ അങ്ങ് പൊളിക്കാൻ അങ്ങോട്ട് പോരെ, നമുക്ക് അവിടെ നോക്കാം. നമുക്ക്